വിപിനെ, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ചില കാര്യത്തിലെ ഈ കുട്ടികളുടെ ഫോൺ സംഭാഷണം ചിലപ്പോൾ വിപിനും കേട്ട് കാണും. ഈ സുധീർ എന്ന് പറയുന്ന മലയാളി സന്നദ്ധ പ്രവർത്തകരുമായുള്ള ഫോൺ കോൾ. അപ്പോൾ അവരോട് ആദ്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് തന്നെ അവർ ചോദിക്കുന്ന, അങ്കിളെ ഞങ്ങൾക്കൊരു ജോലി ശരിയാക്കി തരുമോ? അദ്ദേഹം അത് പറയുമ്പോൾ, അങ്ങനെ ഒരു വാഗ്ദാനം കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് ആരാണ് എന്താണെന്നൊന്നും അറിയാതെയാണ് അവർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ ഇവർ പറയുന്ന കാര്യങ്ങളിൽ മുൻപും ഇതേപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ അങ്കിൾ പറഞ്ഞാലും അല്ലെങ്കിൽ അങ്കിളിനെ പോലെ ആരെങ്കിലും പറഞ്ഞാലും ഒന്നോ രണ്ടോ ദിവസം ഇവർ നന്നായി പെരുമാറും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് സംഭവിക്കുന്നതാണ്. ഒട്ടുമിക്ക വീടുകളിലും ഈ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ അല്ല നമ്മൾ ആരോടാണ് പറയേണ്ടത് എന്നുള്ള സ്വാതന്ത്ര്യത്തിലായിരിക്കാം ഒരുപക്ഷെ എന്താ പറയുന്നത്, മാതാപിതാക്കൾ ഇത് പറയുന്നത്. അപ്പൊ കുട്ടികളുടെ ആ ഒരു പ്രായത്തിൽ നമുക്കറിയാം ഈ പിയർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള കൂട്ടുകാരുടെ സ്വാധീനം എത്രത്തോളമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. രണ്ടുപേർ ഒരേ കാര്യങ്ങൾ ഒരേപോലെ പറയുന്നു. അതായത് അവരുടെ തലച്ചോറുകളൊക്കെ ഈ പരസ്പരം പങ്കുവെക്കുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു. എന്നാൽ നമുക്കങ്ങ് പോയേക്കാമെന്ന് പറയുമ്പോൾ ഒരേ രീതിയിൽ ആ തീരുമാനം എടുക്കുന്നു. സാധാരണ ഒരാളത് പറയുമ്പോൾ മറ്റൊരാൾ പറയേണ്ടതല്ലേ. ഇപ്പോൾ അയ്യോ അങ്ങനെ നമ്മളൊക്കെ അറിയാത്ത ഒരു പട്ടണമാണല്ലോ, നമ്മളങ്ങനെ പോകരുതല്ലോ എന്നൊക്കെ പറയണ്ടേ. പക്ഷെ ഇവരെ ഒരേപോലെ ചിന്തിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ മാതാപിതാക്കൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? ഇതുപോലെ മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? മറ്റാരെങ്കിലും ഇതേപോലെ ഈ കുട്ടികളോട് വഴക്ക് പറയരുതെന്നോ ഒക്കെ പറഞ്ഞിട്ടോ? ഇവർ പറയുന്നതിൽ നിന്ന് അത്തരം ചില കാര്യങ്ങൾ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ടാകുന്നു. അതെ, പക്ഷേ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ അവർ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് പറയുന്നില്ല. കുട്ടികളെ ചെറിയ ദേഷ്യപ്പെടുന്നു അല്ലെങ്കിൽ ചെറിയ വഴക്ക് പറയുന്നു എന്നതിനപ്പുറമായിട്ടുള്ള യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് ഈ വീട്ടുകാർ പറയുന്നത്. പക്ഷേ ഈ കുട്ടികളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെ കാര്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ വീട്ടകത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്ന പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിലേറ്റവും പ്രധാനം ഇപ്പൊ ഈ ജോലി ചോദിക്കുന്നതിനൊപ്പം രണ്ടോ മൂന്നോ ദിവസം ഞങ്ങളുമായി നന്നായി സംസാരിക്കും, പിന്നെയും വഴക്കും കാര്യങ്ങളുമാകും എന്ന് പറയുമ്പോൾ കൃത്യമായൊരു ബോധവൽക്കരണം ഈ കുട്ടികൾക്കൊപ്പം തന്നെ വീട്ടുകാർക്കും രക്ഷിതാക്കൾക്കും വേണം എന്നുള്ളതാണ് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുള്ളത്. കാരണം ഈ കുട്ടികൾ അത്രത്തോളം അവർ വിഷമത്തിലാണ്. അവർ ഈ വീട്ടിലെ കാര്യങ്ങളിലൊന്നും തന്നെ അവർക്കൊരു തരത്തിലുള്ള തൃപ്തിയുമില്ല. അതിന്റെ ഒരു 2 ദിവസം മുമ്പായിരുന്നു സ്കൂളിൽ പരീക്ഷ എഴുതാൻ പോയ 2 കൂട്ടുകാർ +2 വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യുന്നത്, സ്കൂളിൽ പരീക്ഷ എഴുതാൻ നിൽക്കാതെ അവിടെ നിന്ന് കാണാതാവുന്നത്. ഇതിന് ശേഷം പോലീസ് ഫുള്ള് സെർച്ച് ചെയ്യുന്നു, എവിടെ പോയി ഇവർ രണ്ടുപേരും എവിടെ പോയി എന്ന് സെർച്ച് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഫോൺ ട്രാക്ക് ചെയ്ത സമയത്താണ് ഇവർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഇത് അറിയപ്പെടുന്ന അവിടുത്തെ CCTV ചെക്ക് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോഴത്തേന് അവർ CCTV ചെക്ക് ചെയ്തപ്പോൾ അവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം അവർ പിന്നെ ഫോൺ കോൾ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇവർ മുംബൈയിലുള്ള കാര്യം, ഒരു പെൺകുട്ടിയുടെ ഫോൺ ഓണായിരുന്നു, അതുവഴി മുംബൈയിലുള്ള കാര്യം മനസ്സിലാക്കിയതിന് ശേഷം പോലീസ് അവിടത്തേനുള്ള ചെക്കിങ് കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു. അങ്ങനെയാണ് അവസാനം ആ 2 പെൺകുട്ടികൾ, അതായത് ഫാത്തിമ, അശ്വതി എന്ന് പറഞ്ഞ ഈ 2 പെൺകുട്ടികളെ കാണുന്നതും. ഇതിന് ശേഷം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനാണ് പോകുന്നത്. പക്ഷേ അവിടുത്തെ ചെന്ന് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ തയ്യാറല്ല. കാരണമായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെപ്പോഴും അടിയും വഴക്കും ഒക്കെ ഉണ്ട്. ചിലപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ 2 ദിവസം നല്ല രീതിയിൽ സംസാരിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെയും പഴയ കണക്ക് തന്നെ അവർ നല്ല രീതിയിലല്ല സംസാരിക്കുന്നതെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ജോലി വാങ്ങിച്ചു തന്നാലും മതി എന്നാണ് പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം വീട്ടിലെ എന്തൊക്കെയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇവർക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതായത് എന്താണെന്ന് കൃത്യമൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർ 2-3 ദിവസം നല്ല രീതിയിൽ പെരുമാറും, അതിനുശേഷം പിന്നെയും പഴയ കണക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതൊരിക്കലും ശരിയല്ല എന്നുള്ളൊരു കാര്യമാണ് ഇവരും പറയുന്നത്. അതുപോലെ ഞങ്ങൾക്ക് ജോലി വേണം, ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ താല്പര്യമൊന്നുമില്ലെന്ന് പറയുന്നു. അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം വീട്ടിൽ നിന്നുണ്ടാവാതെ വരാൻ ചാൻസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇവരെ മാതാപിതാക്കൾക്ക് നല്ല രീതിയിലൊരു കൗൺസിലിംഗ് എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താലേ പറ്റത്തുള്ളൂ. കാരണം അവരുടെ ഭാഗത്ത് എന്ത് തെറ്റ് കാണാം, ഇല്ലാതെ ഇങ്ങനെ ഇറങ്ങിപ്പോകണമെങ്കിൽ എന്തെങ്കിലും കാരണം കാണാതെ പോകത്തില്ലല്ലോ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുണ്ടെങ്കിൽ പോയതിന് ശേഷം ഒരു ജോലിക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്, എനിക്ക് വീട്ടിലേക്കൊന്നും വരാൻ താല്പര്യമില്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും വീട്ടിൽ എന്തെങ്കിലും അവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയോ, അതുപോലെ തന്നെ ഇത് പറയുന്ന മെയിനായിട്ട് 2-3 ദിവസം എന്തെങ്കിലും ഇതാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ പെരുമാറും, അത് കഴിഞ്ഞിട്ട് പിന്നെയും പഴയ കണക്ക്. അതിനർത്ഥം എന്താ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ പേരൻസിൻ്റെ അടുത്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണാം, ഇല്ലെങ്കിൽ ഇവരിങ്ങനെ പോകാനും ചാൻസ് ഇല്ല. അപ്പോൾ എന്താണെന്ന് അത് മനസ്സിലാക്കുക, 2 കൂട്ടരെയും വിളിച്ചിരുത്തി സംസാരിക്കുന്നതാണ് നല്ലത്. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് ഇല്ലാതെ ഇതൊരിക്കലും നടക്കത്തില്ല. അത് നല്ല രീതിയിൽ തീർന്നാലേ ഇവർക്ക് ഭാവിയിൽ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഇതേ കണക്ക് ഇഷ്യൂസ് ഉണ്ടാകും, പിന്നെയും ചിലപ്പോൾ ഇതേ കണക്ക് ഇവർ ഇറങ്ങിപ്പോകാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു കൗൺസിലിംഗ് അവർ രക്ഷിതാക്കൾക്കും ഈ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.